السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നാം എല്ലാവരും ഈ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും പുറത്തു തരട്ടെ. അള്ളാഹു എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തആല ദൂരീകരിക്കട്ടെ. എല്ലാവർക്കും അവർക്ക് അള്ളാഹു തആല സലാമത്തും മുഗ്നയും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷഹറുള്ളയുടെ അവസാന ഭാഗമാണ്. ആ നിലക്ക് ഈ സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു കാര്യവും അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഖവാത്തിമാണ്. ഏതൊരു കാര്യത്തിൻ്റെയും പ്രാധാന്യം അതിൻ്റെ പരിസമാപനമാണ്. ഒരു മനുഷ്യൻ്റെ തന്നെ ഏറ്റവും പ്രാധാന്യം അതിൻ്റെ ആഖിബത്ത് നന്നാവലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ആഖിബത്ത് നന്നാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ ഒരു കാര്യത്തിൻ്റെ അറഫയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം പകൽ അവസാനിക്കുന്ന നേരമാണ്. റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം റമളാനിൻ്റെ അവസാന ഭാഗമാണ്. എന്നതുപോലെ ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിനും അതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ അവസാനമായിരിക്കും. ബഹുമാനപ്പെട്ട ദീനിനെ സംബന്ധിച്ചിടത്തോളം റജബ് എന്നത് അല്ലാഹു തആല ഷഹറുള്ള എന്ന് നിശ്ചയിച്ചിട്ടുള്ള മാസമാണ്. റജബുൻ ഷഹറുള്ള വശഅബാനു ഷഹരി വറമളാനു ഷഹറു ഉമ്മത്തി എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസവും റമളാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസവും എന്നാണ് ഹബീബ നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയിൽ അള്ളാഹുവിൻ്റെ മാസം എന്നാൽ അത് വളരെ ഗൗരവമുള്ള മാസമാണ്. റജബിൻ്റെ പ്രാധാന്യം അറിയാത്ത തൻ്റെ ജനതയെ പഠിപ്പിക്കാത്ത ഒരു നബിയും ലോകത്ത് കടന്നു പോയിട്ടില്ല. അത്രയും പ്രധാനപ്പെട്ടതാണ്. മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട മാസത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഖത്മു റജബ് എന്ന നിലയിൽ ഈ സന്ദർഭം പ്രധാനപ്പെട്ടതാണ്. രണ്ടാമതായി ഈ സന്ദർഭത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്ന് അസ്തമിച്ചാൽ വരാൻ പോകുന്നത്. ആ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ റഹ്മത്തിൻ്റെ ഫയലാൻ ചെയ്തിട്ടുള്ളത്. ഒരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ 15 എന്ന് ഒരിക്കൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റമളാനിൽ 6, ശവ്വാലിൽ 1, ദുൽഹജ്ജിൽ 1, മുഹറമിൽ 2, റജബിൽ 2, ഷഅബാനിൽ 1. അങ്ങനെയാണ്. ഒരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ 15. 14 അഹദും 15ാമത്തത് നൂറും. അതായത് റമളാനിൽ 6 രാത്രി, റമളാൻ 17ൻ്റെ രാവ്, 21ൻ്റെ രാവ്, 23ൻ്റെ രാവ്, 25ൻ്റെ, 27ൻ്റെ, 29ൻ്റെ രാവ്. അപ്പം എത്രയായി? 6. പിന്നെ ശവ്വാൽ 1ൻ്റെ രാവ് 7. പിന്നെ അറഫയുടെ രാവും ദുൽഹജ്ജ് 10ൻ്റെ രാവും. അപ്പോൾ 7 2 9. മുഹറമിലെ 2 രാവ്, ഒന്ന് മുഹറം 1ൻ്റെ രാവും മുഹറമിലെ ആഷ്വാഇൻ്റെ രാവും. അപ്പം എത്ര? 11. പിന്നെ റജബിൽ ആദ്യത്തെ രാവും റജബ് 27ൻ്റെ രാവും 13. ഷഅബാൻ 15ൻ്റെ രാവും 14.
പിന്നെ കുല്ലു ലയാലിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയാവും. അതാണ് ഒരു കൊല്ലത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട രാത്രികൾ. 14 ദിവസങ്ങളും 15ന്റെ നൗ ആണ്. നൗ എന്ന് പറഞ്ഞാൽ കുല്ലു ലയാലിൽ ജുമുഅ, എല്ലാ ജുമുഅ രാത്രി. ഇതൊരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനിക്കപ്പെടേണ്ട രാത്രികളാണ്. ഈ രാത്രികളെ ഒരാൾ പരിഗണിക്കുമ്പോഴാണ് അയാൾക്ക് വലിയ ഫളിലുണ്ടാവുക, വലിയ പ്രതിഫലം കിട്ടും. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദീന് എന്നാൽ ഒരു തരം തിജാറത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടമാണ്. കച്ചവടത്തിന്റെ ഏറ്റവും വലിയ വിജയം ഇഅ്തിബാറുൽ മവാസിമാണ്, സീസണിനെ പരിഗണിക്കലാണ്. മതാ വഫല താജിറു അനിൽ മവാസിമി ലം യർബഹ്, സീസൺ പരിഗണിക്കാത്ത ഒരു കച്ചവടക്കാരന് വിജയിക്കാൻ കഴിയില്ല, ലാഭം കിട്ടൂല. അതേപോലെ തന്നെയാണ് വകദാലികൽ ആബിദു മതാ വഫലൽ ആബിദു അൻ ഫളായിലിൽ ഔഖാതി ലം യൻജഹ്, ശ്രേഷ്ഠകരമായ സമയങ്ങളെ സന്ദർഭങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഒരു ആബിദായ മനുഷ്യന് ഒരിക്കലും അവൻ്റെ ഇബാദത്തിൽ വിജയം വരിക്കാൻ കഴിയൂല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ നീട്ടുന്നില്ല, ആ പറയപ്പെട്ട 15 രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ് ഈ അസ്തമിച്ചിട്ട് വരാൻ പോണത്. ഈ രാത്രിക്ക് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പാരിതോഷികം ഈ രാത്രിയിലാണ് ലഭിച്ചത് എന്നതാണ്. ഏറ്റവും വലിയ പാരിതോഷികം അത്തഹിയ്യാത്താണ്, അതായത് ഏറ്റവും വലിയ തിരുമുൽക്കാഴ്ചകളാണ്. ഏറ്റവും വലിയ തിരുമുൽക്കാഴ്ച നിസ്കാരം. അഫ്ളലുൽ അഅ്മാലിൽ ബദനിയ്യത്തി കുല്ലിഹ, ശരീരം കൊണ്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നിസ്കാരമാണ്. ആ നിസ്കാരം ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ്. നല്ലോണം ചിന്തിക്കണം, നല്ല പോലെ മനസ്സിലാക്കണം. നിസ്കാരം എന്നത് മിഅ്റാജുൽ മുഅ്മിനാണ്. നിസ്കാരം എന്ന അമലിന്റെ പേര് തന്നെ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് ഇലാ ജനാബി റബ്ബിഹി, അവൻ്റെ റബ്ബിന്റെ സാന്നിധ്യത്തിലേക്ക്. അത് കിട്ടിയത് മിഅ്റാജിന്റെ രാത്രിയിലാണ്. മിഅ്റാജ് പൂർണ്ണമായ മിഅ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. ഇബാദത്തിന്റെ മിഅ്റാജ് ഉമ്മത്ത് മുഹമ്മദിന്റെയും പ്രത്യേകതയാണ്. ഇങ്ങനെ മിഅ്റാജുള്ള ഒരു ജനതയും ലോകത്തുണ്ടായിട്ടില്ല. മനസ്സിലായില്ല? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനാൻ, മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ ജനാബിലേക്കുള്ള അവന്റെ ഉയർച്ചയാണ് എന്ത്? നിസ്കാരം. അതവന് ലഭിച്ചത് മിഅ്റാജിന്റെ രാത്രിയാണ്. അത് കൊണ്ടുവന്നത് മിഅ്റാജിന്റെ റസൂലാണ്. ലോകത്ത് മിഅ്റാജിന്റെ റസൂൽ ഒന്നേ ഉള്ളൂ, മിൻ ഖസായിസിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? മിഅ്റാജ് എന്നാൽ അതവന്റെ കയറ്റാണ്. ഏറ്റവും വലിയ കയറ്റം നിസ്കാരത്തിന്റെ കയറ്റാണ്. നിസ്കാരം എന്നത് വല്ലാത്തൊരു സംഗതിയാണ്. അത് മിഅ്റാജുൽ മുഅ്മിനാണ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അത് കയറുകയാണ്. അവനും അവൻ്റെ മഅബൂദും തമ്മിൽ യാതൊരു അകലമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആരോടോ പറയും പോലെയാ പറയുന്നത്. ഇവിടെ സ്ഥലത്തില്ലാത്ത ഒരാളോട് പറയും പോലെയാ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്ഥലത്തില്ലാത്ത ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴാണ് സംസാരം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ നാമത്തിൽ എന്നല്ലേ പറയാ? അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു റഹ്മാനാണ്. അള്ളാഹു പരലോകത്തിൻ്റെ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമക്ക. പറഞ്ഞ് 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 ഫാത്തിഹൻ്റെ ഒരു പാർട്ടി കഴിഞ്ഞു. അടുത്ത പാർട്ടി പറഞ്ഞു ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. ഇപ്പം പറന്ന് എവിടെ എത്തി? അള്ളാഹിൻ്റെ ജനാബിലെത്തി കഴിഞ്ഞു. അതാണ് മിഅ്റാജുൽ മുഅ്മിനാണ്. ഇങ്ങനത്തെ ഒരു അമലില്ല. മനസ്സിലായില്ല?
ഇതുവരെ സ്ഥലത്തില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ സംസാരിച്ചത്. ഫാത്തിഹ പകുതി ആയപ്പോൾ അടുത്തുള്ള ആളോട് സംസാരിക്കുമ്പോൾ സംസാരിച്ചു. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നോ എങ്കിൽ നിങ്ങളിവിടെ വന്നിരുന്ന് ഉസ്താദ് ഇന്ന് വരുമോ? അന്ന് വരൂല്ലേ? എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഉണ്ടായില്ല, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ വന്നിരുന്നു, ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങൾ കയറി വന്നു. അപ്പം നിങ്ങളെ ശൈലി മാറി. അപ്പം നിങ്ങൾ പറയും നിങ്ങളെ പറ്റിയിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞ ശൈലിയാണ് മാറി. ഇനി പറയണത് നിങ്ങളെ പറ്റിയിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്നെ വന്നു അതുവരെ പറയാം ഉസ്താദ് വന്നോ ആവും, സാർ എന്നാ വന്നതാവും, വന്നെന്ന് കേട്ടിരുന്നു, എന്നാ വന്നതാവും. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്നെ കണ്ടാൽ എന്താ പറയാ? നിങ്ങളെ പറ്റിയെന്ന് ഞങ്ങൾ ഇതുവരെ നിങ്ങൾ എന്നെ വന്നത് അല്ലേ എന്ന് പറയേ. ഇതുവരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താ? ഈ സൂറത്തിന്റെ പേരെന്താ? ഫാത്തിഹ എന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തരണം. ഈ സൂറത്തിന്റെ പേര് ഫാത്തിഹാണ്. പറയുമ്പോ ബുദ്ധി വേണം. ചോദിക്കുന്നത് മനസ്സിലായാലേ ബുദ്ധി, ചോദിക്കുന്നത് മനസ്സിലാക്കി മറുപടി പറയുന്നവനെ ബുദ്ധിയുള്ളൂ. ഉമ്മുൽ കിതാബില്ലേ? ബുദ്ധിയുണ്ടെന്ന് എഴുതിയ ചില കഴുത്തിൽ കെട്ടി തൂക്കിക്കളി. ഈ സൂറത്തിന്റെ പേര് സൂറത്തു സ്വലാനാണ്. لأنها أنزلت للصلاة وقد أنزلت إلى الأمة مرتين لما فرضت الصلاة ولما حولت القبلة إلى الكعبة خاصة لسورة الفاتحة. ഈ സൂറത്ത് ഇറക്കിയത് നിസ്കാരത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ 2 തവണ ഈ സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ലമ്മ ഫുരിളത്തി സ്വലാ, നാളത്തെ പകലിൽ ളുഹ്റിന്റെ നേരത്താണ് ഫാത്തിഹ ഇറക്കിയത്. നാളെ പകലിൽ ളുഹ്റിന്റെ നേരത്താണ് ഫാത്തിഹ ഇറക്കിയത്. അതിൻ്റെ ഒക്കെ നന്ദിയാണ് നാളത്തെ നോമ്പ്. അത് പറഞ്ഞത് മനസ്സിലായോ? നാളത്തെ ളുഹ്റൻ, നാളത്തെ ളുഹ്റിന്റെ നേരത്ത് ഫാത്തിഹ ഇറക്കി. നാളത്തെ എന്താണ് ആ ഫാത്തിഹയുടെ പേര്? സൂറത്തു സ്വലാ. ഉമ്മുൽ ഖുർആൻ എന്നൊക്കെ അതിന് പേരുണ്ടായിക്കോട്ടെ, പേര് പരിഗണിച്ചിട്ടല്ലേ വർത്താനം പറയാം. എന്താ പേര് എന്ന് വെച്ചാൽ എന്താ പേര്? ഓരോരുത്തർക്ക് എത്ര പേരുണ്ട്. എനിക്ക് പേര് റഹ്മത്തുള്ള എന്നാണ്. എൻ്റെ വീട്ടിൽ പിന്നെ ഭാര്യ വീട്ടിൽ വിളിക്കുന്ന പേര് വേറെയാണ്, നാട്ടിൽ വിളിക്കുന്ന പേര് വേറെയാണ്, ഖാലിസ്ഥാനുള്ള നാട്ടിൽ വിളിക്കുന്ന പേര് വേറെയാണ്, നിങ്ങളുടെ അടിയിൽ വിളിക്കുന്ന പേര് ഉസ്താദ് എന്നാണ്. അപ്പൊ അങ്ങനെ തന്നെയല്ലേ? എന്താ അതിന്റെ പേര് നോക്കുമ്പോ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. ഓരോരുത്തരെ കഴുത്തിൽ കെട്ടി തൂക്കിക്കളി, ഓരോരുത്തരെ വിളിച്ചറിയാം. അവിടുത്തെ പേരല്ലേ പറയേണ്ടത്? ഓട്ടോറിക്ഷ, ഇതേ ആൾക്ക് ചിലപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പണി ഉണ്ടാവും. അപ്പൊ അവന്റെ പേര് കുഞ്ഞിപ്പാന്നല്ല, അപ്പൊ അവന്റെ പേര് ഓട്ടോറിക്ഷക്കാരനാണ്. ഈ സൂറത്തിന് നിസ്കാരത്തിന്റെ മക്കാമിൽ അതിന്റെ പേര് പറ സൂറത്തു സ്വലാ. لأنها أنزلت للصلاة وقد أنزلت إلى الأمة مرتين لما فرضت الصلاة ولما حولت القبلة إلى الكعبة. ഈ സൂറത്ത് 2 തവണയാണ് അല്ലാഹു തആല ഇറക്കിയത്. ഒന്ന് ലമ്മാ ഫുർളത്തി സ്വലാ, നിസ്കാരം ഫർളാക്കിയപ്പോൾ റജബ് 27ന്റെ പകലിൽ ളുഹ്റൻ. എന്ത് പറ? റജബ് 27ന്റെ പകലിൽ ളുഹ്റൻ. ളുഹ്റിന്റെ നേരത്തെ സൂറത്ത് ഇറക്കി, സൂറത്തുൽ ഫാത്തിഹ. പിന്നെ ഇറക്കിയിട്ടുണ്ട് വഖലമ്മാ ഹുവിലത്തിൽ ഖിബ്ലതു ഇലൽ കഅബ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ഇലാ ഷത്റിൽ ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്ത്.
പറഞ്ഞതുപോലെ. ഏത് സൂറത്ത് ഒന്നിരിക്കൽ മക്കിയത്താണ് അല്ലെങ്കിൽ മദനിയത്താണ്. ഫാത്തിഹ മക്കിയത്തുമാണ് മദനിയത്തുമാണ്. 2 സമയത്ത് ഇറക്കിയിട്ടുണ്ട്. കാരണം ഒന്ന് ഒരു സന്ദർഭമാണ്, ഒന്ന് നിസ്കാരം ഫർളാക്കിയപ്പോൾ, ഒന്ന് ഖിബലയെ കഅബാലയത്തിലേക്ക് ഉറപ്പിച്ചപ്പോൾ. 2 തവണ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്തിന്റെ പേര് സൂറത്തുസ് സ്വലാ. അപ്പൊ നിസ്കാരത്തിന്റെ ഈ സൂറത്തിൽ എന്താ അത്ര വലിയ പിടുത്തം? നിങ്ങൾ എന്താ ഇയ്യാക്കമ കളിക്കണോ? അതിന് കാരണമുണ്ട്. ഈ സൂറത്തിന്റെ പേരെന്നെ എന്താ? സൂറത്തുസ് സ്വലാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിസ്കാരം മിഅ്റാജിയാണെന്ന് സ്ഥാപിക്കലാണ്. അതിന്റെ വകുപ്പ ഞാൻ കാണിച്ചത്. നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോൾ അബ്ദ് മഅബൂദിന്റെ പരിസരത്തില്ലാത്തതുപോലെയാണ്. എന്നാൽ ഫാത്തിഹ പകുതിയായപ്പോഴത്തിന് അവിടെ എത്തി, മഅബൂദിന്റെ അടുത്തെത്തി. അതാണ് മിഅ്റാജ്. ഇത് ഹഖീഖത്തൻ എത്തി ഉമ്മത്തിന്റെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഅനൻ എത്തണം ഉമ്മത്തിൽ ഓരോരുത്തരും. അതാണ് മഖ്ബൂലായ നിസ്കാരം. മനസ്സിലായില്ല? അത് വ്യക്തിപരമായി ഓരോരുത്തരും ആ മിഅ്റാജിൽ എത്ര ജനാബുൽ ഖുദ്സിലാണ് ഞാനുള്ളത്, ഞാൻ അള്ളാഹിന്റെ സാന്നിധ്യത്തിലാണ് ഉള്ളത് എന്ന ഒരു ബോധം ആ മിഅ്റാജിലാണ് എത്തിക്കഴിഞ്ഞാൽ അതന്നെയാണ് എന്ത്? മഖ്ബൂലായ നിസ്കാരമാണ്. അതാണ് മഖ്ബൂലായ നിസ്കാരം. മിഅ്റാജാണ് മഖ്ബൂലായ നിസ്കാരം. മനസ്സിലായില്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒന്ന് ചിന്തിക്ക്. നിസ്കാരത്തിന്റെ കബൂലിയത്തിന്റെ അവസ്ഥ എന്താണ്? ഉറങ്ങല്ലേ? നിസ്കാരത്തിന്റെ കബൂലിയത്തിന്റെ അവസ്ഥ എന്താണ്? മിഅ്റാജാണ്. അതായത് അബ്ദ് പ്രശംസിച്ചും ചെയ്തും ആരെ ജനാബിലെത്തുക? അള്ളാഹിന്റെ ജനാബിലെത്തുക അന്നെ. അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ അള്ളാഹിന്റെ മഖാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനാബിലെത്തിയാൽ പിന്നെ അതിനേക്കാൾ രസകരമായൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് മൂമിനായ മനുഷ്യന് ഏറ്റവും രസമുള്ളത് കാര്യം എന്താവുന്നത്? നിസ്കാരമാണ്. അപ്പൊ നിസ്കാരം എന്താണ്? നിസ്കാരം എന്താണ്? മിഅ്റാജാണ്. പറ, നിസ്കാരം എന്താണ്? മിഅ്റാജ്. ശരിക്ക് ചിന്തിക്ക്, മനസ്സിലാക്ക്. നിസ്കാരം മിഅ്റാജുൽ മുഅ്മിനാൻ. കേറിയിട്ട് അള്ളാഹിന്റെ ഹളർ ജനാബിലെത്തുക. പിന്നെ അതവന് ഭയങ്കര എന്തുകൊണ്ട്? ഈ ദുനിയാവൊക്കെ എന്ത് കിട്ടുന്നതിനേക്കാൾ വലിയ കാര്യം അള്ളാഹിനെ കിട്ടലാണ്. സ്വർഗത്തിൽ പലജാതി സൗകര്യം കൊടുക്കും, അവസാനം അള്ളാഹിനെ കാണിച്ചു കൊടുക്കും. പിന്നെ അള്ളാഹിനെ കാണിച്ചു കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് ഒന്നിനും താല്പര്യമില്ല. അറിയോ? എന്തുമാത്രം? അല്ലാഹ്. فما أعطوا شيئا أحب وألذ إليهم من النظر إلى وجه ربكم الكريم. حبيب النبي പറഞ്ഞു. فما أعطوا إليهم فما أعطوا شيئا أحب وألذ إليهم من النظر إلى وجه ربهم الكريم. فما أعطوا അവർക്ക് നൽകപ്പെട്ടിട്ടില്ല ഷൈഅൻ ഒരു വസ്തുവിനെയും അഹബ്ബ ഇഷ്ടപ്പെട്ടതായിട്ട് വഅലദ ഏറ്റവും രസകരമായിട്ടും മിനൻ നളരി നോക്കുന്നതിനേക്കാൾ ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം റബ്ബിന്റെ ദാത്തിലേക്ക് നോക്കുന്നതിനേക്കാൾ രസകരമായ ഒരു കാര്യം മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൽ വേറെ നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ സ്വർഗത്തിലെത്തിയാൽ ഏറ്റവും വലിയ സന്തോഷം അള്ളാഹിനെ കാണല. ഇനി സ്വർഗത്തിന്റെ വേറൊരു പതിപ്പാണ് ദുനിയാവിൽ. എന്താണല്ലോ ഉറങ്ങുന്നത്? നിസ്കാരം. അള്ളാഹുവിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു അമല് വേറില്ലല്ലോ. അമലിന്റെ പൗതിയായപ്പോഴേ തന്നെ അള്ളാഹുവിലേക്ക് എത്തുന്ന ഒരു അമലുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഒരു അമല് പൗതിയായപ്പോഴത്തിന് അള്ളാഹുവിലെത്തുന്ന ഒരു അമല് വേറെ ഉണ്ടോ? ഈ അമല് പൗതിയായപ്പോഴത്തിന് എവിടെ എത്തി? അതെത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ കഴിഞ്ഞു. ഇയ്യാക്ക ഇനി ഇഹ്ദിന ഇനി നേരിട്ട് വർത്താനം. ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ നിനക്കെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇഹ്ദിന നീയാണ് ഞങ്ങളെ ഹിദായത്തിലാക്കേണ്ടത്. ഇതുവരെ അവൻ പറഞ്ഞിട്ട് ഇപ്പം എന്ത് പറഞ്ഞു? നീ പറഞ്ഞു. പിന്നെ അബ്ദു മഅബൂദ് നമ്മൾ അകലുണ്ടാവില്ല. അതാണ് മുഅ്മിനായ മനുഷ്യന് സ്വർഗത്തിലെത്തിയ ഏറ്റവും വലിയ കാര്യം അള്ളാഹിനെ കാണൽ. മുഅ്മിനായ മനുഷ്യൻ ദുനിയാവിലെ ഏറ്റവും വലിയ രസം നിസ്കരിക്കൽ. അതാണ് സലാസത്തുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്രിബു വന്നിസാഉ വഖുറതു ഐനി ഫിസ്സലാഹ്. സലാസത്തുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും. നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത് 3 കാര്യം.
അത്വയ്ബു ഒന്ന് സുഗന്ധം, വന്നിസാഉ എൻ്റെ ഭാര്യമാർ, വഖുറത്തു ഐനി ഫിസ്സലാ നിസ്കാരത്തിൽ കടന്ന് എൻ്റെ കണ്ണ് കുളിർക്കൽ. എനിക്ക് ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ 3: ഒന്ന് സുഗന്ധം പൂശ, ഒന്ന് എൻ്റെ ഭാര്യമാരുടെ കൂടെ ഇരിക്കുക, ഒന്ന് വഖുറത്തു ഐനി ഫിസ്സലാ നിസ്കാരത്തിൽ